ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ആളുടെ ഒപ്പീനിയൻ ആൾ മാറിയിട്ടില്ല. നല്ല നട്ടലിന്റെ ഗുണമല്ലേ അത്. അതെല്ലാവർക്കും ഇല്ലാത്തതിന്റെ വിഷമമായിരിക്കും അദ്ദേഹത്തിനോട് ആ സമയത്ത് പ്രകടിപ്പിക്കുന്നതും. മോർ ഓഫ് ദ ഹെയ്റ്റ് ഐ ഗെറ്റ് ഇസ് ബിക്കോസ് മൈ ഫാദർ ഇസ് എ BJP മിനിസ്റ്റർ. അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ല. മൈ റെസ്പെക്ട് ഇസ് ഗിവൺ. അതവിടെ എവിടെ ഡിസേർവ്ഡ് ആണോ, ഞാൻ എൻ്റെ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നവർക്ക് ആ റെസ്പെക്ട് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ അത് അർഹിക്കാത്തവരുടെ മുന്നിൽ പോയിട്ട് കൊടുത്ത്. സിബ്ലിംഗ്സിന്റെ ഇടയിൽ ഭയങ്കര കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആണോ മാധവ്? എങ്ങനെയാണ്? ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ അനിയനാണ്. ഇവരെല്ലാരും എന്നെ ബേബി ചെയ്താണ് ഞാൻ വളർന്നത്. അപ്പൊ അവരായിട്ടുള്ള എന്റെ ഡൈനാമിക് അങ്ങനെയാണ്. Whoever I am, I owe that to my parents. ഈ അഹങ്കാരി ഇതൊക്കെ പേരുകൾ വരുന്നത് again perspectives, but they know who I am truly. അതിന്റെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ എല്ലാവർക്കും ഷെയ്ക്കാൻ കൊടുത്ത് മാധവനും ഷെയ്ക്കാൻ എന്നിട്ട് മാധവ് ഇങ്ങനെ ഒരു നിപ്പുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഭയങ്കര രസമായിരുന്നു. It's a promotion for a movie. I'm still standing in front of superstar Suresh Gopi, not my father over there. ആ ഒരു ലെവൽ ഓഫ് അഡ്മിറേഷൻ എനിക്ക് അച്ഛനെ അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഒരു എൻവയോൺമെന്റ് വെച്ച് JSKയുടെ ഇപ്പം ഇവന്റ് നടന്നപ്പം സുരേഷ് ചേട്ടന്റെ ഒപ്പം മാധവ് പോയി ഇരുന്ന് കണ്ടു ആ ഒരു ട്രെയിലർ. അപ്പൊ അങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ ഒരുപാട് പോസിറ്റീവ്, അതോടൊപ്പം തന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു. എനിക്ക് ബാക്കി ഇരുന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതാണ് എനിക്ക് വെറുതെ എനിക്ക് അവിടെ ഇരുന്ന് അച്ഛൻ്റെ അടുത്ത് മാറാൻ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ പോയിരുന്നു. അത് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇത് മീഡിയ പബ്ലിസിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഷോ ഓഫ് ആയിട്ടോ എടുക്കേണ്ടവർ അതേപോലെ എടുത്തോട്ടെ. അവരുടെ ചിന്താഗതിയുടെ ലിമിറ്റ് അത്രയല്ലേ ഉള്ളൂ. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണെന്ന് പറയാം. കാരണം നമ്മുടെ എല്ലാ ഫംഗ്ഷനും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. യെസ്, നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സുരേഷ് ചേട്ടന്റെ മകൻ മാധവ് സുരേഷ് ഗോപിയാണ്. ഹലോ മാധവ്, നമസ്കാരം. വെൽക്കം ടു കെന്ന ഷോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ മാധവന് എനിക്കിങ്ങനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിന് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. കാരണം സുരേഷ് ചേട്ടന്റെ ബ്ലെസ്സിങ്ങിലൂടെയാണ് എൻ്റെ വിവാഹ ജീവിതം ഞാൻ തുടങ്ങിയത്. സാറായിരുന്നു വന്നത്, റിസപ്ഷനിൽ വന്നു. അന്ന് എലക്ഷൻ ആയിരുന്നു, പിറ്റേ ദിവസം റിസൾട്ട് വരുമായിരുന്നു. അപ്പം കഴിഞ്ഞ അപ്പൊ പിറ്റേ ദിവസം റിസൾട്ട്, അപ്പൊ അധികം ഒന്നും സംസാരിക്കില്ല ഈ റിസൾട്ടിന്റെ ഭാഗമായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും. പക്ഷെ സാറ് വന്നു, ഞങ്ങൾ വിചാരിച്ചു ഒന്നും സംസാരിക്കില്ലായിരിക്കുന്നത്. പക്ഷെ വന്നു, ഞങ്ങളുടെ ഒപ്പം കേക്ക് കട്ടിങ് സെറമണി, വൈൻ ടോസ്റ്റിംഗ്, സ്റ്റേജിൽ വന്ന് എന്താ പറയാ ഭയങ്കര രസമായിരുന്നു. സാറിന്റെ അനുഗ്രഹത്തോടെയാണ് ഞങ്ങളുടെ റിസപ്ഷൻ. എനിക്ക് തോന്നുന്നു എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും, ഇനി എത്ര പേർക്ക് കിട്ടും എന്ന് അറിയത്തില്ല. ആബ്സല്യൂട്ട്ലി. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഫ്രെയിം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്. ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ എൻ്റെ സെക്കൻഡ് ഫിലിം, അതായത് ഫസ്റ്റ് റിലീസ് സെക്കൻഡ് ഫിലിമായ കുമ്മാട്ടിക്കളിയുടെ കുറച്ച് പ്രൊമോഷൻസ് ചെയ്ത സമയത്ത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് രമ്യ ചേച്ചിയായിട്ട്. അതെ, ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. സോ വെരി ഹാപ്പി ടു ബി ബാക്ക് ഓൺ മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. കാരണം സുരേഷ് ചേട്ടന്റെ മകൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ തന്നെയാണല്ലോ. കാരണം വീട്ടിൽ വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്. കാരണം ഞങ്ങൾ ഡൈനിങ് റൂമിൽ വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സ്റ്റെയർ കേസിന്റെ അവിടെ എല്ലായിടത്തും ഫാമിലി ഫോട്ടോ പോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ സെന്ററിലാണ് നിന്നത്. ലൈക്ക് ആ ഒരു ഫീലിങ്സ് ഭയങ്കര രസമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷം പങ്കുവെച്ചിട്ടുണ്ട്. JSKയിലേക്ക് വരാം. അപ്പൊ ഇപ്പൊ JSK ആണ് ഫുൾ സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ ഫുൾ നിങ്ങളുടെ റീൽസ്, നിങ്ങളുടെ ഇന്റർവ്യൂസ് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്തൊക്കെയോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് JSK മൂവി, ഇപ്പൊ സംതിങ് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി എന്തായിരിക്കും JSK? ഇത് വളരെ ഓബിയസ് ആയിട്ടൊരു കാര്യമാണ്. JSK എന്നത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന വളരെ മോശമായ ഒരു ഇഷ്യൂവിന്റെ ബേസിലായിട്ട് തന്നെയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം. അതാണ് ഓബിയസ്ലി നമ്മുടെ തീം, അത് തന്നെയാണ്. ആൻഡ് അതിനെ ചുറ്റും വെറും ഒരു സിനിമ എടുത്തു എന്ന് മാത്രമല്ല, പല പേഴ്സ്പെക്റ്റീവിൽ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ആസ് ഫാർ as I know, ഞാൻ ഇതുവരെ JSK സിനിമ കണ്ടിട്ടില്ല. സോ ബേസ്ഡ് ഓഫ് ഓഫ്
what experience I got ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണെങ്കിലും ഒരുപാട് പേഴ്സ്പെക്റ്റീവിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ അബൌട്ട് JSK. എനിക്ക് തോന്നുന്നു മാധവിന്റെ ഫസ്റ്റ് മൂവി ഇന്ന് ഇന്റൻഷനലി പറയാൻ പറ്റുന്നത് JSK ആണ്. അപ്പൊ കുറച്ച് ഇയേഴ്സ് ആയിട്ടുണ്ട് ഇതിന്റെ വർക്കും കാര്യങ്ങളും ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ കുറച്ച് ഇയേഴ്സ് ആയി കഴിഞ്ഞിട്ടാണല്ലോ റിലീസ് ആവുന്നത്. അപ്പൊ അതൊരു ഇതിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഫ്രഷ്നെസ് ഉണ്ടോ, അത് പോവും, അങ്ങനത്തെ ടെൻഷൻസ് എന്തെങ്കിലും ഉണ്ടോ? For most movies, yeah, ഈ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് ഞാൻ പറയുക, എടുത്തു പറയണം, നമ്മുടെ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഞാൻ കേരളത്തിനെ മാത്രമല്ല പറയുന്നത്, ലോകമെമ്പാടും ഉള്ള നമ്മുടെ സമൂഹത്തിനെ ആസ് എ വേൾഡ് നോക്കുവാണെങ്കിലും ദീസ് ഇഷ്യൂസ് ആർ സ്റ്റിൽ വെരി പെർസിസ്റ്റന്റ്. ഇതിപ്പോഴും നടക്കുന്ന സംഭവം തന്നെ. സോ കോണ്ടന്റ് ഫ്രഷ്നെസ്, യെസ്, ഫോർ മോസ്റ്റ് അതർ മൂവീസ് I can understand. For a movie like JSK, I don't think that matters. Unfortunately, I hope it did, because അതൊരു ഏലിയൻ സബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സമൂഹമായിരുന്നെങ്കിൽ ആ സൊസൈറ്റി ഈസ് ബെറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ആയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ എന്നും റെലവെന്റ് ആയിരിക്കും. ഈ മാധവാണ് വരുന്ന, അല്ലെങ്കിൽ മാധവനെ കുറിച്ച് പൊതുവേ കേൾക്കുന്ന ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ആളാണ്. പൊട്ടത്തരങ്ങളൊന്നും ചോദിക്കരുത് എന്നോട്. ഇത് പറഞ്ഞത് പൊട്ടത്തരൊന്നും ചോദിക്കില്ല കേട്ടോ, ആളുടെ ആൻസേഴ്സ് ഒക്കെ ഭയങ്കര കറക്റ്റ്. മനുഷ്യനാ, എന്റെ ഭാഗത്തുനിന്നും പൊട്ടത്തരങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ മാധവന്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴും എനിക്കും പേടിയായപ്പോഴത്തേക്കും എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിൽ പിടിച്ചത്. കാരണം ഭയങ്കര ഷാർപ്നെസ്, എന്താ പറയാ, ഭയങ്കര മെച്ചൂർഡ്. എന്താ നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഭയങ്കര കട്ട് ആൻഡ് ഷാർപ്പായിട്ടാണ് ആൻസേഴ്സും കാര്യങ്ങളും, ഭയങ്കര വ്യക്തതയോടും. ഒരു നമുക്കായാലും എന്തെങ്കിലും ആൻസേഴ്സ് പറയും, ഇപ്പൊ ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഒന്ന് പതറൂലോ, ഓപ്പോസിറ്റ് ആയിരിക്കുന്ന എന്തായിരിക്കും പറയേണ്ട ഒരു ഗ്യാപ്പ് ഒക്കെ വരും. പക്ഷെ മാധവ് അങ്ങനെയല്ല, ഭയങ്കര സ്റ്റഡി ആയിരിക്കും ആൻസേഴ്സ്. ആ ഒരു കാര്യം എവിടെ നിന്ന് കിട്ടിയത്, അച്ഛനിൽ നിന്നാണ്? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു? എനിക്കറിയത്തില്ല. ഇപ്പൊ ഒരു ചോദ്യം എന്നോട് ചോദിക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിനുള്ള ഉത്തരവും എനിക്ക് അതേപോലെ ഒരു നല്ല റെസ്പോൺസിബിലിറ്റിയോടെ അതിന് കറക്റ്റ് ഒരു ഓണസ്റ്റ് ആൻസർ എനിക്ക് തരാൻ പറ്റുന്നത് ഞാൻ ചോദ്യം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഐ ഡോണ്ട് ഹിയർ ടു റെസ്പോണ്ട്, ഐ ഹിയർ ടു അണ്ടർസ്റ്റാൻഡ്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ മീ ടു റെസ്പോണ്ട് ടു സം tricky, and I'd say not accusing you or anyone else particularly. ഒരു മീഡിയ ലെവലിലുള്ള വളച്ചും തിരിച്ചുമുള്ള ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുന്നത് തന്നെ എനിക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. You listen more, you'll be able to answer a lot of questions. എനിക്ക് ഒരു പരിധി വരെ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് പറയുന്നവരുണ്ട്, പോസിറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഇന്നിപ്പോ ഞാൻ മാധവിനെയാണ് ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോ ആള് ഭയങ്കര ജീനിയസ് ആണോ, ആൾക്ക് ഭയങ്കര ആൻസേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ സാധാരണ ജനങ്ങൾ വരെ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ദ വേ യു ആർ പ്രസന്റിങ്, അല്ലെങ്കിൽ മാധവിന്റെ ആ ഒരു വോയിസ് മോഡുലേഷൻസും കാര്യങ്ങളും എല്ലാം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ. അപ്പം എന്ന് വെച്ചാൽ അവര് ഫിലിമിനെ അത്ര ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല, പക്ഷെ അവരത് നോട്ടീസ് ചെയ്തു. അപ്പൊ ഞാൻ ഓർക്കും മാധവൻ ഇത്രയും വീക്ഷിച്ച് അവരുടെ പേഴ്സണൽ സമയം എന്നെ നോട്ടീസ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ഒബ്സർവിംഗ് മീ ആസ് മച്ച്, ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഇപ്പം ഈ JSKയുടെ ഇപ്പം ഇവന്റ് നടന്നപ്പം സുരേഷ് ഏട്ടന്റെ ഒപ്പം മാധവ് പോയി ഇരുന്ന് കണ്ടു ആ ഒരു ട്രെയിലർ. അത് നമ്മുടെ നമ്മുടെ അച്ഛനാണല്ലോ, ആസ് എഫ് ആക്ടറാണ്. ഇപ്പൊ ജനങ്ങൾ കാണുന്നത് വേറെ കണ്ണിന്റെ കൂടെ ആയിരിക്കും, മഹാനടൻ എന്നൊക്കെ രീതിയിലായിരിക്കും. മാധവിന്റെ അച്ഛനാണ്. അപ്പൊ അങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ ഒരുപാട് പോസിറ്റീവ്, അതോടൊപ്പം തന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നു. ഷോപ്പാണ്, എന്തിനിങ്ങനെ ഇരിക്കുന്നേ, ജനങ്ങൾ രണ്ട് രീതിയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ? നമ്മൾ ഇന്റൻഷനലി അല്ല, നമ്മുടെ ഒരു അച്ഛൻ, ഇപ്പൊ ഞാനായാലും അച്ഛൻ വരുമ്പോ ഇങ്ങനെ ഇരിക്കും. അതൊരു ആക്ടർ ആയതുകൊണ്ട് ജനങ്ങൾ വേറെ രീതിയിൽ എടുക്കുന്നു, വ്യാഖ്യാനിക്കുന്നു. അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? മീഡിയ പബ്ലിസിറ്റി ആയിട്ട് എടുത്തോട്ടെ. ഞാൻ നടന്നത് പറയാം. ഞാൻ ഇരുന്ന് കഴിഞ്ഞ ഒരു ചെറിയ കാര്യം അച്ഛനെ നോക്കി കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ അത് അച്ഛന് മനസ്സിലായി, എനിക്കും മനസ്സിലായി. ഇപ്പൊ മനസ്സിലാവേണ്ടവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് ബാക്കി ഇരുന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ വെറുതെ എനിക്ക് അവിടെ ഇരുന്ന് അച്ഛൻ്റെ അടുത്ത് മാറാൻ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ പോയിരുന്നു. അത് ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇത് മീഡിയ പബ്ലിസിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഷോ ഓഫ് ആയിട്ടോ എടുക്കേണ്ടവർ അതേപോലെ എടുത്തോട്ടെ. അവരുടെ ചിന്താഗതിയുടെ ലിമിറ്റ് അത്രയല്ലേ ഉള്ളൂ. ക്യാമറയിൽ കാണാം, ഇങ്ങനെ കാണിക്കുന്നത് കാണാം. ഇഫ് ദാറ്റ്സ് ദ കപ്പാസിറ്റി ടു തിങ്ക്, അവർ അതേപോലെ ചിന്തിച്ചോട്ടെ. ഐ എം നോൺ ടു കറക്റ്റ് ദം. ബട്ട് ഇതാണ് സംഭവിച്ചത്. ആൻഡ് ഇനിയല്ല ഞാൻ പോയി ഇരുന്നത് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ തന്നെ എന്റെ അച്ഛൻ്റെ കൂടെ അല്ലേ പോയിരുന്നത്, വേറെ ആരുടെ അച്ഛൻ്റെ കൂടെ അല്ലല്ലോ. സഹിച്ചോ?
മാധവ് ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് ഈസ് ലൈക്ക് ഇത്രയും ബോൾഡ് ഇത്രയും ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നതിന് നല്ല രീതിയിൽ തന്നെയാണ് ആൻസർ പറയുന്നത്. പണ്ടൊക്കെ ഈ രാജുവേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് വിമർശനങ്ങളും എന്താ അഹങ്കാരിയാണ് അങ്ങനെയൊക്കെ കുറെ പേരുകളൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ ആള് പ്രൂവ് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര ഫാനാണ് രാജുവേട്ടന്റെ. അത് അദ്ദേഹം വളരെയധികം കൺവിക്ഷനോടെ ഒരു കാര്യം പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് തന്നെയാണ്, വെറുതെ പോയി വളവളാന്ന് പറയുന്നതല്ല. അതെ സത്യം. He thinks about it and he's very opinionated. Is that something to be criticized or acknowledged as a positive? കാര്യം ആൾക്ക് അത്രയും റീസെർച്ച് സ്കില്ലും ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനുള്ള ധൈര്യവും ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് ആളുടെ ഒപ്പീനിയൻ ആൾ മാറിയിട്ടില്ല. നല്ല നട്ടലിന്റെ ഗുണമല്ലേ അത്. അതെല്ലാവർക്കും ഇല്ലാത്തതിന്റെ വിഷമമായിരിക്കും അദ്ദേഹത്തിനോട് ആ സമയത്ത് പ്രകടിപ്പിക്കുന്നതും. എന്നോട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും എന്നോട് ആ ഒരു ലെവലിലുള്ള ഹെയ്റ്റ് കാണിച്ചിട്ടുണ്ടെന്ന്. ഫോർ ഹൗ ഐ സ്പീക്ക്, മോർ ഓഫ് ദ ഹെയ്റ്റ് ഐ ഗെറ്റ് ഇസ് ബിക്കോസ് മൈ ഫാദർ ഇസ് എ BJP മിനിസ്റ്റർ. അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ല. Again, they have their opinions, they have their viewpoints. That's fine. ആക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഓഡീഷൻ ചെയ്തെടുക്കുന്നത് പലരും റീൽസ് കണ്ടിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കുറെ പേര് ഇപ്പൊ നടന്മാരായവരുണ്ട്. അപ്പൊ ആക്ടേഴ്സിന് കിട്ടാൻ ഇപ്പൊ ഈസിയാണ് എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കൂടിയിട്ടുണ്ട്. അതായത് ഇവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോംസ് എന്നല്ല, പല പ്ലാറ്റ്ഫോംസും ഇപ്പൊ ഉണ്ട്. അതിലൂടെ ഒരുപാട് ആക്സസ് കിട്ടുന്നുണ്ട്. കിട്ടി സിനിമ വന്നാലും തെളിയിക്കുന്നവർ മാത്രമേ നിൽക്കാറുള്ളൂ. And for that matter, completely unrelated എന്ന് പറയുന്നില്ല, slightly related. Padakkalam, the movie. I have to say this. Loved Sandeep's performance. Sandeep Pradeep, loved his performance. And something happened on Facebook around the time ഇത് OTT ൽ വന്നിട്ട് recently, right? അതെ, recently ആണ് OTT ൽ ഇറങ്ങിയത്. So ഈ എൻ്റെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്ന സമയത്ത്, വീണ്ടും ഇതിന്റെ ഇനിഷ്യൽ ഈ പ്രോഗ്രാമിന് പോയതൊക്കെ വന്ന സമയത്ത് 2-3 പേജസ് വളരെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇട്ടതായിരുന്നു. മാധവ് സുരേഷ് ഈ ക്യാരക്ടർ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു. I found that very disrespectful to the work Sandeep has done. It's stop comparing. Appreciate or criticize. Appreciate or criticize, stop comparing. Stop trying to place like, oh, ഇവന് പകരം ഇയാൾ ചെയ്തിരുന്നെങ്കിൽ, ഇയാൾക്ക് പകരം ഇവൻ ചെയ്തിരുന്നെങ്കിൽ. Don't do that. And ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. I shared that. And I said, it's quite disrespectful to compare performances. Just appreciate the work that he's done. ഇതിന്റെ അടിയിലുള്ള കമന്റ്സിൽ വന്നിരിക്കുന്നത് again the altering perspective of people. നിങ്ങൾ തന്നെ PR ഇട്ടിട്ട് PRന് വേണ്ടി തനിയെ ചെയ്യുന്നതല്ലേ. ഓ, അവനിത് ചെയ്തിരുന്നെങ്കിൽ മോശമായനെ, അവൻ ചെയ്തിരുന്നെങ്കിൽ നന്നായാനെ. ഇങ്ങനത്തെ പല പല രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി ഈ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും മീഡിയക്കാർ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാനാണ് ചെയ്യുന്നത്. അവരുടെ റീച്ചിന് വേണ്ടി തമ്മിൽ തല്ലിപ്പിക്കുകയാണ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ആൻഡ് അഗൈൻ ദിസ് ഇസ് ടു സന്ദീപ്. Incredible performance, especially after your character transitioned. Ranjit sirന്റെ ആ സോള് കേറി കഴിഞ്ഞുള്ള your character transition was incredible. I really appreciated your performance. അപ്പം ഇങ്ങനത്തെ ഇപ്പൊ മൂവീസിൽ ഇപ്പം 2019 തൊട്ട് മാധവന് ഓപ്പണിങ്സ് വരുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ വരുന്നതാണ്. പക്ഷെ 2024 ആയപ്പോഴാണ് ഒന്ന് ഫിക്സ് ആയത് ആക്ട് ചെയ്യാം എന്നൊരു 2022 എപ്പോഴാണ് അന്ന് ആക്ട് ചെയ്യാം അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഇപ്പം എങ്ങനെയാണ് ആസ് എ ആക്ടർ എന്ന നിലയിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് മാധവ് എടുക്കുന്നത് ഒരു സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനായിട്ട്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് സിനിമ സിറ്റി എന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിൽ ഫോക്കസ് ചെയ്യണം. ഐ എം ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് മൈസെൽഫ് ആസ് എ ബെറ്റർ ഹ്യൂമൻ ബീങ്. Yes, I probably should be doing work to become a better actor, but I've let time or I've let fate decide that for me. The effort that I'm putting in is being present. It's trying not to be distracted by other things. So that I'm trying. പിന്നെ ഓരോ വർക്കിലും എനിക്ക് ഒരു പ്രിവിലേജ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വ്യൂ ലിമിറ്റഡ് ആയിരിക്കും, പക്ഷെ അവരുടെ നിന്ന് ഒരുപാട് നേരിട്ട് പഠിക്കാനും പറ്റിയിട്ടുണ്ട്. And most of the films that I watch are either Malayalam or Hollywood films. There's a industry related acceptance ഉണ്ട്. ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസിലോ ടൈപ്പ് ഓഫ് ഫ്രെയിമിനോ ടൈപ്പ് ഓഫ് ഫോമാറ്റിനോ ഈവൻ സിനിമ ചെയ്യുന്ന ഫോമാറ്റ് പോലും ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷെ കാലാകാലങ്ങളായിട്ട് ഒരു ഇൻഡസ്ട്രിക്ക് ആ ഫോമാറ്റ് ആണ് അതേ ചേരൂ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ആ ഒരു ലൈൻ ഓഫ് ആക്ടിംഗ് ആണ് അതേ ചേരൂ, വേറെ ഇൻഡസ്ട്രിക്ക് അത് ചേരൂല എന്നുള്ളൊരു തോട്ട് ഉണ്ട്.
സോ ഐ എം ക്വൈറ്റ് കൺഫ്യൂസ്ഡ് ആസ് ടു ഹൗ ഐ ഷുഡ് ലേൺ. കാര്യം എപ്പോഴും എന്തെങ്കിലും ചെയ്താൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു സെറ്റ് ആൾക്കാർ കാണും. ഇതൊക്കെ ആലോചിച്ചാണ് ഐം ലൈക്ക് ഓക്കെ മേ ബി ഐ ഷുഡൻ ബോദർ ടു മച്ച് വിത്ത് ദിസ്. എനിക്ക് പഠിക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് അതിലൂടെ എൻ്റെ പേഴ്സണാലിറ്റി ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ വേറൊരു ഐഡന്റിറ്റിയോ വേറൊരാളുടെ ആർട്ടോ എടുത്ത് എൻ്റെ ആർട്ട് എനിക്ക് ആക്കാൻ പറ്റത്തില്ല. ആൻഡ് ദ വേ ഐ എം ഡൂയിങ് തിങ്സ് ഇറ്റ് മൈറ്റ് ടേക്ക് ലോങ്ങർ. വൺ ഡേ ലൈക്ക് Rajuatan said, one day, maybe 10 years from now, maybe 5 years from now, maybe 20 years, maybe never at all. People will recognize the work that I've put in. അതാണ് എൻ്റെ പ്രശ്നമായിരിക്കും. I'm not bothered. So ഒരുപാട് ടെൻഷൻ അടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഈ ഒരു കാര്യത്തിലില്ല. ലൈഫിൽ ടെൻഷൻ അടിക്കാൻ വേറെ പല ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഫാമിലി, ലൈക്ക് യുവർ പേഴ്സണൽ ഗ്രോത്ത്, യുവർ കരിയർ ബീങ് ആക്ടിങ്, പക്ഷേ യുവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. There are things like this that you can focus on. ഏറ്റവും കൂടുതൽ എനിക്കിത് പറയാനുള്ള ട്രോളന്മാരോടാ. മറ്റാൾക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് you focus on your own growth if you can. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ. ഇപ്പൊ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊരു വേർഡ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നാണ്. ഇപ്പം ട്രോൾ ചെയ്യുന്നവരെ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു ധാരണയുണ്ട് നിങ്ങളെല്ലാം ഹൈ പ്രിവിലേജ്ഡ് ഫാമിലിയാണ്. സുരേഷ് സാറിന്റെ മകൻ ഫുൾ എന്താ പറയുക ലാവിഷായിട്ട് സുഖകരമായ ജീവിതം, ഇവർക്ക് ദുഃഖം എന്താന്ന് അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ധാരണ. ഇപ്പൊ ഫിനാൻഷ്യൽ എങ്ങനെയാണ് ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പൊ മോനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടക്കാം, അച്ഛൻ്റെ കയ്യിൽ സ്വത്തുണ്ട് എല്ലാം ഉണ്ട്, പേടിക്കണ്ട, ഞങ്ങളെ പോലെ പണി ചെയ്യണ്ട, അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വണ്ടി എടുത്തായിരുന്നു. And it's the GTI, the Golf GTI. അതിന്റെ പ്രൈസ് ഓൺ റോഡ് കേരളത്തിൽ വരുന്നത് it's about 10,000 something like that. And if you compare it to other states have it lower, so that's probably something our government can look into. But ഇതെടുത്ത സമയത്ത് വന്ന കമന്റ്സ് എന്ന് പറയുന്നത് അച്ഛനാണോ മോനാണോ എടുത്തത്, സ്വന്തം കാശിനായാൽ കൊള്ളായിരുന്നു, ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം, ഞാൻ ലോൺ എടുത്താണ് ആ വണ്ടി എടുത്തത്, അതിനി ഞാൻ പണി ചെയ്ത് എൻ്റെ കാശ് കൊണ്ട് അടയ്ക്കാനാ. ആൻഡ് ഈ പറഞ്ഞ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് പണി എടുക്കണ്ടല്ലോ, എൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെന്റ് ലൈഫിനുള്ളത്, എൻ്റെ അച്ഛനും അമ്മയും അവരുടെ ജീവിതത്തിനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എൻ്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്താനുള്ളത്, അതവര് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലെറ്റ്സ് സേ ഐ ഫെയിൽ ഇൻ ലൈഫ്, അറ്റ്ലീസ്റ്റ് ഫൈനാൻഷ്യലി, ഇറ്റ്സ് എ ബ്ലാങ്കറ്റ് ദാറ്റ് ഐ ക്യാൻ ഫോൾ ഓൺ. ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ എനിക്കൊരു സഹായമായിട്ട് അത് കാണും. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേറെ ആരുടെ അച്ഛൻ്റെ നല്ലല്ലോ, എൻ്റെ സ്വന്തം അച്ഛൻ്റെ നല്ല. ഐ ഡോണ്ട് മൈൻഡ് ഹാവിംഗ് ദാറ്റ് ബ്ലാങ്കറ്റ്. നോട്ട് എവറിബഡി ഈസ് പ്രിവിലേജ്ഡ് ടു ഹാവ് ദാറ്റ് ബ്ലാങ്കറ്റ്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ അതിന് ഇൻസെൻസിറ്റീവ് ആയിട്ടല്ല പറയുന്നത്. ഐ കൺസിഡർ മൈസെൽഫ് ഫോർച്ചുനേറ്റ് ഓർ പ്രിവിലേജ്ഡ് ടു ഹാവ് ദാറ്റ് ബ്ലാങ്കറ്റ്. അതുണ്ടായെന്ന് പറഞ്ഞ് എനിക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ നീഡ് ടു ബിൽഡ് ഹു ഐ ആം. ആൻഡ് ഐ ഡോണ്ട് കെയർ ഇഫ് പീപ്പിൾ ഡോണ്ട് സീ ദാറ്റ്. ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ഫോർ ദം. Whoever I build myself to be is for me, my family and my potential future family. എൻ്റെ പിള്ളേർ, എനിക്കിനി പിള്ളേരുണ്ടായാൽ എൻ്റെ പിള്ളേർ എന്നെ നോക്കുമ്പോൾ they should be proud saying, yeah, my dad made himself. He built his own version of a man. അതിൽ കൂടുതൽ ഒരു എത്രയൊക്കെ ഇനി പണിയെടുത്ത് എത്രയൊക്കെ 100 crore സിനിമകൾ ഇറക്കിയാലും സ്വന്തം മക്കൾ അങ്ങനെ വന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം വേറെ ഒന്നിലും കിട്ടത്തില്ല. So that's what I'm building towards. ആൻസർ കേട്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കൊള്ളാലോ. സുരേഷ് ഇപ്പം എന്താ പിള്ളേരിങ്ങനെ സന്തോഷിക്കണം, ഇങ്ങനെ എത്രയൊക്കെ നമ്മുടെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ സമൂഹം ഇങ്ങനെ ഇപ്പം JSKയുടെ പ്രൊമോഷൻ ആയാലും എല്ലാവരും പൊക്കി ഇങ്ങനെ പറയാണ് സുരേഷ് ഏട്ടൻ ചെയ്തത്. നമുക്കറിയാം, ഇപ്പൊ കാണുന്ന ഇവരൊക്കെ കാണുന്നത് എന്താ ആസ് എ ഒരു വിഷ്വൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഓരോരുത്തരെ കാണുന്നതും വിലയിരുത്തുന്നതൊക്കെ അങ്ങനെ. പക്ഷെ നമുക്കറിയുമ്പോഴത്തേനും ഇങ്ങനെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അതിന്റെ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ എല്ലാവർക്കും ഷെയ്ക്കാൻ കൊടുത്ത് മാധവനും ഷെയ്ക്കാൻ, എന്നിട്ട് മാധവ് ഇങ്ങനെ ഒരു നിപ്പുണ്ട് ഇങ്ങനെ, എന്നിട്ട് എന്താ പറയുക ഭയങ്കര അതിനകത്ത് ഒരു ഷൈനസ് അല്ലെങ്കിൽ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ഇല്ലേ, നമ്മളെ ഇഷ്ടപ്പെടുത്ത ഒരു നടനൊക്കെ കൈ തന്നല്ലോ മാധവ്. ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു. അതെന്താണ് അങ്ങനെ? ആ സമയത്ത് ഇപ്പൊ മമ്മൂട്ടി സാറ് വന്ന് നിന്നിരുന്നെങ്കിൽ എന്റെ കാല് വിറച്ചാന്. ഞാൻ റീസെന്റ് എക്സ്പീരിയൻസ്, ഐ സ്പോക്ക് ടു ഹിം റീസെന്റ്ലി. ആൻഡ് എന്റെ കസിൻ അവിടെ നിൽക്കുക, അവൻ കണ്ടോണ്ട് നിൽക്കുക. സുലു ആന്റി ആയിട്ട് അത് സംസാരിച്ച് വളരെ കാഷ്വലി ആന്റി സുഖമാണോ എന്ന് ചോദിച്ചിട്ട് നേരെ മമ്മൂട്ടി സാറിന്റെ അടുത്ത് ഫോൺ പാസ് ചെയ്ത് ഞാൻ ഇരുന്നിടത്ത് നിന്നീറ്റ് എന്റെ കാല് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഐ വാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഞാൻ ഇനി സംസാരിച്ചു വല്ലോ പൊട്ടത്തരം പറയും, ഇങ്ങനത്തെ പേടി എനിക്ക് കൊണ്ടുവന്ന ഒരു ഫീലിംഗ് മമ്മൂട്ടി സാറായിട്ട് സംസാരിച്ചപ്പോഴാണ്. സോ ഇൻ എ വേ ഐ വാസ് ഫോർച്ചുനേറ്റ്. ഇറ്റ് വാസ് മൈ ഡാഡ്
കാര്യം there's a little more familiarity. അതുകൊണ്ട് പക്ഷെ എന്തായാലും ഒരു മൂവി എൻവയൺമെന്റ് ആണത്, ഒരു സിനിമ എൻവയൺമെന്റ് അല്ലേ. ഇറ്റ്സ് എ പ്രൊമോഷൻ ഫോർ എ മൂവി. I'm still standing in front of superstar Suresh Gopi, not my father over there. ആ ഒരു ലെവൽ ഓഫ് അഡ്മിറേഷൻ എനിക്ക് അച്ഛനെ അങ്ങനെ കാണാൻ പറ്റും, അങ്ങനെ ഒരു എൻവയൺമെന്റ് വെച്ച്. അതേ സമയത്ത് വീട്ടിൽ എനിക്ക് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനായിട്ട് മാത്രമേ കാണാൻ പറ്റൂ, വീടിന്റെ ഡോറിനകത്ത് കയറി കഴിഞ്ഞാൽ. That's it. The respect I owe him over there is to see him as a superstar. As a fellow actor, I have to give him that respect. And I don't have to pretend. അതെനിക്ക് naturally വരും because he's also a good person. Good is an understatement. He's an incredible person. Yes. ഈ മാധവനെ ചില സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ഭയങ്കര ഷൈ, ഭയങ്കര ഇമ്മച്വർ പേഴ്സൺ ആയിട്ട് കാണുന്നത്. ഒന്ന് ആ വീഡിയോയിലാണ്, പിന്നെ ചേച്ചിമാരുടെ കല്യാണ വീഡിയോയില് ഒരു ചേച്ചിനെ ഫോട്ടോ ഇങ്ങനെ കൊഞ്ച്, അപ്പൊ ഓഹോ ഇങ്ങനത്തെ ഒരു ഫേസ് ഭയങ്കര എന്താ ചേച്ചിമാരുടെ സിബ്ലിങ്സിന്റെ ഇടയിൽ ഭയങ്കര കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആണോ മാധവ്? എങ്ങനെയാണ്? ഞാൻ എന്റെ വീട്ടിലെ ഏറ്റവും ഇളയ അനിയനാണ്. അതെ. ഇവരെല്ലാരും എന്നെ ബേബി ചെയ്താണ് ഞാൻ വളർന്നത്. അപ്പൊ അവരായിട്ടുള്ള എന്റെ ഡൈനാമിക് അങ്ങനെയാണ് എന്നും പറഞ്ഞ് ആ ഡൈനാമിക് ഞാൻ അത് ഡിസേർവ് ചെയ്യാത്ത ഒരാളെ പോയി കൊടുക്കാനോ അത് കാണിച്ചോ കഴിഞ്ഞാൽ they'll use that or they'll see me as ഇവൻ ഇത്രേ ഉള്ളൂ. I don't need to do that. I can also quote Rajwardhan on this. He said my respect is given. അത് എവിടെ ഡിസേർവ്ഡ് ആണോ, ഞാൻ ആ എന്റെ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നവർക്ക് ആ റെസ്പെക്ട് ഞാൻ കൊടുക്കാറുണ്ട്. അതില്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. I'm quoting him, okay? പക്ഷെ അത് അർഹിക്കാത്തവരുടെ മുന്നിൽ പോയിട്ട് കൊടുത്ത് എന്തിനാണ് സ്വയമേ സ്വന്തം വില കളയുന്ന പോലെ. എക്സാക്ട് വേർഡ്സ് അല്ല, പക്ഷെ ദിസ് ഇസ് ദ ജസ്റ്റ് ഓഫ് വാട്ട് ഹി സെഡ് and I completely agree to that because it's like the reference is a man eat man world. Man എന്ന് മാത്രം നോക്കില്ല, let's say people eat people world. ഒരാളുടെ മുകളിൽ തലയിൽ ചവിട്ടി കയറുന്ന ഒരു സമൂഹമാണിത്. So why would I put myself in a position where people think ഇവനെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റും? I don't owe that to them. എന്റെ വീട്ടുകാരുടെ മുന്നിൽ I can let my guard down. I can be who I am truly. You guys saw me. എന്റെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന്റെ ആ വീഡിയോ ആയിരുന്നു. അവിടെ ഞാനൊരു അനിയനാ. That's it. I'm not Madhav Suresh. I'm their younger brother. My sister's younger brother. ചിരിച്ചിരിച്ച് വേദന എടുത്തോന്ന് ഇങ്ങനെ പോയി കവിളിൽ ഇങ്ങനെ തലോടുന്നതും പിന്നെ ആ ചേച്ചിയായിട്ടുള്ള മറ്റേ പോസിങ്ങും കാര്യങ്ങളും. പക്ഷെ എങ്ങനെയാ മാധവ്, എനിക്കെന്ന് വെച്ചാൽ വീട്ടിൽ ഭയങ്കര എല്ലാരും ഭയങ്കര പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ ഒരു അനിയൻ നമുക്കറിയാമല്ലോ, ഇപ്പൊ അനിയന്മാർക്കുള്ളവർക്ക് നമ്മളിങ്ങനെ ഇരിക്കും. ആ മാധവ് ഇത്രയും മെച്യൂർ ആയിട്ട് പെരുമാറുക എന്ന്, അല്ലെങ്കിൽ ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് ഇത്രയും ഷാർപ്പ് വേർഡ്സ് ആയിട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്യാന്ന് പറയുന്നത് അതൊരു വളർത്തു ഗുണവും കൂടെ അല്ലേ? തീർച്ചയായിട്ടും. Whoever I am, I owe that to my parents. Yes. Because they set the foundation for who I have to be. ഈ അഹങ്കാരി ഇതൊക്കെ പേരുകൾ വരുന്നത് again perspectives, but they know who I am truly. And as long as they know who I am, I don't need to convince anyone else. Yes. And ഞാൻ ഇതുവരെ no one can ever come in front of me and say ഞാൻ വെറുതെ പോയിട്ട് ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ഒരാളായിട്ട് പോയി വഴക്കുണ്ടാക്കിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, അങ്ങോട്ട് പോയി വെറുതെ ഒരു കാര്യമില്ലാതെ ഞാൻ പോയി ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല. സോ നോ വൺ ഹാസ് ദ സ്പൈൻ ടു കം അപ്പ് ടു മീ ആൻഡ് സേ മാധവ് ഇങ്ങനെ ഒരു മോശം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയും പറയുന്നില്ല. ചിലപ്പോൾ 2-3 പേര് കാണും, ഞാൻ അറിയാതെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും 2-3 പേര് കാണും എന്ന് പറയാനായിട്ടുള്ള, മേ ബി മോർ ദാൻ ദാറ്റ്. പക്ഷെ ഇന്റൻഷനലി ആരെയും അങ്ങോട്ട് ഹേർട്ട് ചെയ്യാൻ നോക്കാത്ത ഒരാളാണ് ഞാൻ. ഹേർട്ട് വിട് ഡിസ്റെസ്പെക്ട് ചെയ്യാൻ നോക്കാത്ത ഒരാളാണ് ഞാൻ. സോ I quite frankly don't care again. ഓരോന്നും അപ്പുറം ഇപ്പുറം വെറുതെ ഇരുന്ന് ഇവരെല്ലാം മീഡിയയുടെ ഒരു വാളിന്റെ ബാക്കിലിരുന്നല്ലേ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയോ അല്ലെ റിയൽ അക്കൗണ്ടിൽ ഒരിക്കലും ട്രേസബിൾ ആവാത്ത രീതിയിലും ഒക്കെ അല്ലേ സംസാരിക്കുന്നത്. സോ ദേ ഗോ അബൌട്ട് their way. I get to be who I am completely at home. I'm still who I am. മാധവ് സുരേഷ് എന്ന ആ വ്യക്തി തന്നെയാണ് with a wall. A wall because if I let that guard down, I know people will step over me, walk over me and completely annihilate me. I don't want that. Who wants that for themselves? വരനെ ആവശ്യമുണ്ട് എന്ന മൂവിയില് ചെറിയ റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു വളരെ ചെറിയ ഫ്രെയിം ആയിരുന്നു. എന്റെ ഡയറക്ടർ അനൂപ് സത്യൻ, ഞാൻ അവിടെ അച്ഛനെ സെറ്റിൽ കാണാൻ പോയതാ. സോ ബിഫോർ ഐ സോ അച്ഛൻ, ഞാൻ അനൂപേട്ടൻ്റെ അടുത്താ പോയത്. അനൂപേട്ടൻ്റെ അടുത്ത് പോയപ്പോ ഇങ്ങനെ സംസാരിച്ച സമയത്ത് മാധവ് ഒരു ടീഷർട്ട് ഇട്ടോണ്ട് പോവാ, എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ പോയിട്ട് ഇങ്ങനെ നിക്കണം. ചെറിയ പരിപാടിയാ. ആൻഡ് എഡിറ്റില് ഫൈനലി വന്നപ്പോ again the superstar Suresh Gopi is walking up, he gives a look and I'm there.
അതിൽ കൂടുതൽ ഒരു ഇൻട്രോ ഒരു ആക്ടറിനും ആക്ടറിന് യു കാൻ ഗെറ്റ് സംതിങ് ബെറ്റർ ദാൻ ദാറ്റ്, പിന്നെ എസ്പെഷ്യലി ഫോർ സംതിങ് ദാറ്റ്സ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ് റോൾ. യെസ് ഐ വാസ് ഹാപ്പി ടു ഡു ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു മാധവന്റെ അടുത്ത് ഒരു ഡെസ്റ്റിനി എന്ന് വെച്ചാൽ ഒന്ന് സൂപ്പർ സ്റ്റാർ സുരേഷ് ചേട്ടനുണ്ട്, പിന്നെ മാധവ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന DQ, എപ്പോഴും പറയുന്ന DQ ആണ് എൻ്റെ എന്ന് വെച്ചാൽ രണ്ടുപേരും ഒപ്പം തന്നെ വന്നു അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു മേളിലൊരു ചെറിയ കാര്യമുണ്ട്, അവിടെ ഒരാളും കൂടെ ഉണ്ട്, മെയിൽ ഓർ ഫീമെയിൽ, you can quote me on this, she's the best actor this country has seen in every way, male or female, she's number one for me. So ഇവരെല്ലാരും ഉള്ള ഒരു സിനിമയിൽ സത്യൻ അന്തിക്കാട് സാറിന്റെ മകനായ അനൂപേട്ടൻ, he's a legendary director. Anubharan I'm sure will be a legendary director because I've seen his work. He has everything a potential legendary director needs. അപ്പോ ഇവരെല്ലാരും വന്നൊരു പ്രോജക്റ്റിൽ ഒരു 2 സെക്കൻഡ് എന്റെ തല കാണിക്കാൻ പറ്റിയത് തന്നെ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ്. I got that opportunity only because I'm Suresh Gopi's son, but as an individual I'm very proud. So മാധവ് ഈ ഫെയ്ത്ത് ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? Fate and destiny is nothing without hard work. If you work hard enough, fate and destiny has a choice to let that happen or to not let that happen. But without your hard work, nothing will happen. യെസ്, അവിടുന്ന് തലകുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സുരേഷ് ചേട്ടന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് എനിക്കുള്ളത് ദേഷ്യമാണ് എന്ന് മാധവ് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യമാണോ കിട്ടിയേക്കുന്നത്? സുരേഷ് ഒരുപാട് നല്ല ട്രേറ്റ്സും കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാര്യം often people tick off my anger before they can even get to see my good side. എന്നെ ആദ്യം ഒന്ന് ചൊറിഞ്ഞിട്ട് എന്റെ നല്ല സൈഡ് പ്രതീക്ഷിക്കുന്ന പൊട്ടത്തരമാണ്. ഒരാളത്ത് മോശമായിട്ട് പെരുമാറിയിട്ട് അവരുടെ അടുത്തുനിന്ന് നല്ലൊരു റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നത് തന്നെ എന്തൊരു പൊട്ടത്തരം. അവര് റിയാക്ട് ചെയ്യുമ്പോ അവരുടനെ മോശക്കാരാകും. ഈ അടുത്ത ഒരു റിയാക്ഷൻ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ആക്ച്വലി എന്താണ്? തിയേറ്ററിന്റെ അവിടെ ദേഷ്യപ്പെടുന്നത് ഇപ്പൊ തന്നെ പറയാം. എനിക്ക് പൊതുവെ ഞാൻ ആക്ടർ എന്നുള്ള നിലയിൽ ഐ എം സ്റ്റാർട്ടിങ് ഔട്ട്. അപ്പോൾ there's a certain amount of seniority you should respect in terms of going into a program. അച്ഛൻ നടക്കുമ്പോൾ ഞാൻ ഒരു മകനായോണ്ട് മാത്രം അവിടെ പോയി നിൽക്കേണ്ട ആളല്ല. I should earn that spot to stand next to him while he is walking in. അപ്പോൾ ബാക്കിൽ നിന്ന് കൂടെയുള്ള ആൾക്കാരെല്ലാം മാധവ അച്ഛൻ്റെ കൂടെ നടക്കുക, അച്ഛൻ്റെ കൂടെ കയറി ചെല്ല് എന്ന് പറയുമ്പോഴത്തേക്കും I was like, you know what, okay. 10 തവണ പറഞ്ഞു നോക്കി, okay, I went with him. ബാക്കി പോയ ഉടനെ ആൾക്കാർ ഇടയ്ക്ക് വന്ന് കയറാൻ തുടങ്ങി. 2-3 തവണ ഞാൻ ട്രിപ്പ് ചെയ്തു, ഓൾമോസ്റ്റ് ഫോളോ ചെയ്തു. 3rd ടൈം ഞാൻ ഫോളോ ചെയ്തപ്പോഴത്തേക്കും ഫോളോ ചെയ്തില്ല, ഫോളോ ചെയ്യാൻ പോയപ്പോൾ അച്ഛനെയും പോയി ചവിട്ടി ഞാൻ. അതെനിക്ക് I didn't really like that, I didn't appreciate that. ഞാൻ നേരെ ബാക്കിലോട്ട് പോകുമ്പോൾ വീണ്ടും എന്നെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യുക. I'm like, എന്തിനാ വീണ്ടും അച്ഛനെ ചവിട്ടി തറ ഇടാനാണോ ഇനി? അങ്ങനെ എന്നെ ചോദിച്ചത്. ലിപ്സിങ്ക് ഒന്നും അതിൽ കിട്ടത്തില്ല, പക്ഷെ ഇത് തന്നെ ചോദിച്ചാൽ I'm quite a short-tempered person. ഈ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ഇപ്പം ആക്ച്വലി ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ക്യാമറ കണ്ണുകളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഓ ഞാൻ ആവശ്യമില്ലാതെ പണികൾ എനിക്ക് തന്നെ മേടിക്കാൻ, അങ്ങനെ എപ്പോഴെങ്കിലും മാധവന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും ഞാൻ എന്താ പറയുന്നതെന്ന്. I think quite deep about what I speak about. So if people don't have the patience for that or the bandwidth to at least try and understand ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയില്ലെങ്കിൽ that's not my fault. If you listen very clearly to what I'm saying, you probably wouldn't have something to criticize. Maybe, yeah, you'll have something to criticize. ഇങ്ങനെ വൾഗറായിട്ട് ഇൻസൾട്ട് ചെയ്യാനൊന്നും കാണത്തില്ല. പക്ഷെ നമ്മുടെ ജനങ്ങൾക്കെന്നും എന്റർടൈൻമെന്റ് ആണ് വലുത്. ഒരാളെ കുത്തിക്കൊല്ലുന്നതാണെങ്കിലും നോട്ട് ലിറ്ററലി, ഇങ്ങനെ ഒരാളെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നതാണെങ്കിലും അത് അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാവരും അല്ല, ബട്ട് മെജോറിറ്റി അങ്ങനെ ആയിപ്പോയി. kind of sad. ഈ സുരേഷ് ഈ ലേറ്റസ്റ്റ് ഇന്റർവ്യൂല് മാധവ് നിങ്ങളുടെ കുട്ടികളെല്ലാം കമ്പയർ ചെയ്തപ്പോ മാധവിനെ കാണുമ്പോൾ അവൻ അടി കൊടുക്കാനേ തോന്നുള്ളൂ എന്ന് സുരേഷ് ഏട്ടൻ പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? ഇളയതല്ലേ, കുറച്ച് വഷള. ആണോ?
ഇപ്പഴും കിട്ടുന്നുണ്ടോ അടിയൊക്കെ? അടിയൊന്നും കിട്ടാറില്ല. അടിയൊന്നും കിട്ടാ, ചീത്ത അടി കൊടുക്കാൻ തോന്നും എന്നാണ് പറയുന്നത്. ചീത്തയൊക്കെ നല്ല പാർസൽ കണക്കിന് വാങ്ങാറുണ്ട്. അതിനകത്ത് സുരേഷ് ചേട്ടൻ പറഞ്ഞു അവൻ ഏതോ ഒരു യുഗത്തിൽ ജീവിക്കുന്നില്ല, അവന്റെ പെർസ്പെക്റ്റീവ് ഒക്കെ കേൾക്കുമ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര കൂളായിട്ടാ പറഞ്ഞത്. മേ ബി ഹി ഇന്റൻഡഡ് സംതിങ് ഗുഡ്, പക്ഷെ അതിനെ കളിയാക്കാനും ആൾക്കാർ കാണും. പോയിന്റ് ഈസ് ഐ എം ഫ്രം എ ഡിഫറെന്റ് ജനറേഷൻ. ഞാനും അച്ഛനും തമ്മിൽ 42 ഇയേഴ്സിന്റെ ഏജ് ഗ്യാപ്പ് ഉണ്ട്. Our thoughts and our perspectives will be different. അത് മാത്രമല്ല ഞാൻ കുറച്ചധികം ഒപ്പീനിയനേറ്റഡ് ആണ്. മേ ബി ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. അതിന്റെ ഒക്കെ അതാവാം. വേറെന്താ ഇപ്പൊ പറയാ ഞാൻ.